ആ സങ്കീർത്തനം പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നതായിരിക്കും. വാഴ്ത്തുക എന്റെ സർവാന്തരംഗമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. അവൻ നിന്റെ അകൃത്യങ്ങൾക്ക് മോചിക്കുന്നു, സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. നിന്റെ യൗവനം കടുകനെ പോലെ പുതുകി വരത്തക്കവണ്ണം അവൻ നിന്റെ വായിക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. അവൻ തന്റെ വഴികളെ മോശയെയും തന്റെ പ്രവർത്തികളെ ഇസ്രായേൽ മക്കളെയും അറിയിച്ചു. അവൻ എല്ലായ്പ്പോഴും വത്സിക്കയില്ല, എന്നേക്കും കോപം സംഗ്രഹിക്കുകയുമില്ല. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അവന്റെ ദയ അവന്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു. അപ്പൻ മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. മനുഷ്യന്റെ ആയസ് പുല്ല് പോലെ ആവുന്നു, വയലിലെ പൂ പോലെ. വയലിലെ പൂ പോലെ അവ പൂക്കുന്നു. അതിന്റെ സ്ഥലം പിന്നെ അതിനറിയുകയുമില്ല. യഹോവയുടെ ദയോ എന്നും എന്നേക്കും അവന്റെ ഭക്തന്മാർക്ക് അവന്റെ നീതി മക്കളുടെ മക്കൾക്കും ഉണ്ടാകും. അവന്റെ നിയമത്തെ പ്രമാണിക്കുന്നവർക്കും അവന്റെ കൽപ്പനകളെ ഓർത്ത് ആചരിക്കുന്നവർക്കും തന്നെ. യഹോവ തന്റെ സിംഹാസനത്തെ സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു, അവന്റെ രാജ്യത്വം സകലത്തെയും ഭരിക്കുന്നു. അവന്റെ വചനത്തിന്റെ ശബ്ദം കേട്ട് അവന്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി അവന്റെ ദൂതന്മാരായുള്ളവരെ യഹോവയെ വാഴ്ത്തുവിൻ. അവന്റെ ഇഷ്ടം ചെയ്യുന്ന ശുശ്രൂഷകന്മാരായി അവന്റെ സകല സൈന്യങ്ങളുമായുള്ളവരെ യഹോവയെ വാഴ്ത്തുവിൻ. അവന്റെ ആധിപത്യത്തിന്റെ സകല സ്ഥലങ്ങളിലുമുള്ള അവന്റെ സകല പ്രവൃത്തികളിൽ യഹോവയെ വാഴ്ത്തുവിൻ. അല്പസമയം കർത്താവിന് നമുക്കൊന്ന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഒരു നിമിഷം ദിവസത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥനായ നല്ല കർത്താവേ, ഈ സന്ധ്യായാമത്തിനായി ഞങ്ങൾ അങ്ങ് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. വിവിധ ഭവനങ്ങളിലും ഇടങ്ങളിലും കടന്നു വന്ന കർത്താവേ, ഹല്ലേലൂയ, ഈ ഹല്ലേലൂയ ഹോളിൽ കർത്താവേ ഞങ്ങൾക്കായിരിക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തോട് സഹായിച്ച വലിയ കൃപയ്ക്കായി നന്ദിയോടെ ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഇന്നത്തെ കർത്താവേ ആരാധന ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് വിടുതലായി അനുഗ്രഹമായി തീരുവാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇത് മുഖാന്തരമായി ദേശം അനുഗ്രഹിക്കപ്പെടുവാൻ, ദേശം വിടുതൽ പ്രാപിക്കുവാൻ, രോഗിയെ സൗഖ്യമാകുവാൻ, പിൻമാറ്റക്കാർ മടങ്ങി വരുവാൻ, ദേശം ഹല്ലേലൂയ ഉണരുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ആരാധനയ്ക്ക് തടസ്സകരമായി നിൽക്കുന്ന എല്ലാ പ്രതിബന്ധങ്ങളും കർത്താവെ മാറ്റി ഇന്നത്തെ ആരാധന കർത്താവെ ജീവിതത്തിൽ വിടുതലായി അനുഗ്രഹമായി തീരുവാൻ സ്വർഗത്തിലെ ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തുടർന്ന് നടക്കുന്ന എല്ലാ ശുശ്രൂഷയിലെ കർത്താവ് അനുഗ്രഹിച്ച് മഹത്വം എടുക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും അതാത് സ്ഥാനങ്ങളിൽ ആയിരിക്കാം. കർത്താവിന്റെ പരിശുദ്ധമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിന്റെ ദാസൻ ഷൈനായി പാസ്റ്റർ, വേദിയിലായിരിക്കുന്ന അസാം പാസ്റ്റർ, മറ്റ് ദേവദാസൻ, വിവിധ ഭവനങ്ങളിലും ഇടങ്ങളിലും കടന്നു വന്നിരിക്കുന്ന ദൈവമക്കള്, അക്ഷയനും അദൃശ്യനുമായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമുള്ള നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനത്തെ ഞാൻ പ്രാരംഭമായി അറിയിക്കുകയാണ്. അനുഗ്രഹമേറിയതായ ഈ സന്ധ്യായാമത്തിൽ നമുക്ക് കൂടി വരുവാൻ വലിയവനായ കർത്താവ് സഹായിച്ചതോർത്തു ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രിയ ദേവദാസൻ എന്നോട് നേരത്തെ ഇപ്രകാരം ഒരു ആരാധന ഇവിടെ തുടങ്ങി എന്ന് എന്നോട് പറയുവാനായിട്ടിടയായി തീർന്നു. അപ്പോൾ ദേവദാസൻ പറഞ്ഞു, ഈ ആഴ്ചയിൽ കടന്നു വരണം, നമുക്ക്
കൂടി ഒന്നിച്ച് പ്രവർത്തിച്ച് മുൻപോട്ട് പോകാമെന്ന് പറയുകയും ഞാൻ പ്രിയ ദേവദാസന്റെ വാക്കുകളെ മാനിച്ചുകൊണ്ട് ഇന്ന് രാത്രിയിൽ കടന്നു വരുവാനായിട്ടിടയായി തീർന്നു. എന്നാൽ അല്പനിമിഷം മാത്രം സങ്കീർത്തന പ്രബോധനം നിങ്ങളോട് ഒരുമിച്ച് പങ്കുചേരുവാൻ കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. ദീർഘമായ ഒരു പ്രബോധനത്തിലേക്ക് ഞാൻ കടക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നില്ല. അതിൻ്റെ പിന്നിലായിട്ട് കർത്താവിൻ്റെ ദാസന്മാർ ദൈവവചനം ശുശ്രൂഷിക്കുവാനുണ്ട്. അതുകൊണ്ട് ഒരു 10 മിനിറ്റ് മാത്രം നിങ്ങളോട് ഈ വചനത്തിൽ നിന്ന് പ്രബോധന ഭാഗമായിട്ട് പറയുവാൻ കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുന്നു. ദാവീദിന്റെ ഒരു സങ്കീർത്തനമാണ് നാം ഇന്ന് ഈ സന്ധ്യയാമത്തിൽ നാം വായിച്ച് കേൾക്കപ്പെട്ടത്. 103 സങ്കീർത്തനത്തിൽ നാം പഠിക്കുമ്പോൾ ഈ സങ്കീർത്തനം പൊതുവെ നമ്മൾ ഒന്ന് ശോധന ചെയ്തല്ലേ പഠിക്കുമ്പോൾ കപടമില്ലാത്ത അധരങ്ങളിൽ നിന്നുകൊണ്ടുള്ള സ്തുതി സ്തോത്രങ്ങളാണ് സങ്കീർത്തനക്കാരനായിരിക്കുന്ന ദാവീദ് ഇവിടെ രചിച്ചതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. കപടമില്ലാത്തതായ അധരങ്ങളിൽ നിന്നുകൊണ്ടുള്ള ഒരു ആരാധന, ഒരു സ്തുതി സ്തോത്രങ്ങളാണ് ദൈവം മാനിക്കുന്നത്. സ്തോത്രം മനുഷ്യനെ സംബന്ധിച്ച് പലപ്പോഴും മനുഷ്യൻ തെറ്റുകാരനും കുറ്റക്കാരനും പാപിയും ദോഷിയുമാണെന്നൊക്കെയും തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. മനുഷ്യനെ നിർമ്മിച്ചത് കൊണ്ട് ദൈവം അനുതപിക്കുന്നു എന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. യാക്കോബ് അപ്പോസ്തലന്റെ ലേഖനത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ മനുഷ്യന്റെ അധരങ്ങള് ദോഷമുള്ളത് എന്ന് നമുക്ക് കാണുവാനായി കഴിയുന്നുണ്ട്. അപ്പോൾ ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത് കപടമില്ലാത്ത അധരങ്ങളിൽ നിന്നുകൊണ്ടുള്ള ഒരു സ്തുതി സ്തോത്രമാണ് ദൈവത്തിന് ഇഷ്ടം, അല്ലെ ദൈവം പ്രസാദിക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ 2 അവസ്ഥകളെ കുറിച്ച് നമ്മൾ കാണുവാൻ കഴിയുന്നു. ഒന്ന് ആത്മീക മനുഷ്യനും, 2 ജഡീക മനുഷ്യനും അല്ലെങ്കിൽ പ്രാകൃത മനുഷ്യൻ. എന്നാൽ പ്രാകൃത മനുഷ്യൻ അല്ലെങ്കിൽ ജഡീക മനുഷ്യനെ സംബന്ധിച്ച് അവന്റെ ജീവിതത്തിൽ എപ്പോഴും ദൈവമായിട്ടുള്ള ഒരു ബന്ധത്തിൽ മുൻപോട്ട് പോകാതെ ദൈവമായിട്ടുള്ള ഒരു കൂട്ടായ്മയിലും ദൈവത്തോട് എതിരായിട്ട് ദൈവത്തോട് മത്സരിക്കുന്നതായി നമുക്ക് കാണുവാനായി കഴിയുന്നുണ്ട്. എന്നാൽ ഒരു ആത്മീക മനുഷ്യനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ആത്മീക മനുഷ്യനിൽ നിന്ന് ദൈവത്തെ ആരാധിക്കുന്നതായും ദൈവത്തെ സ്തുതിക്കുന്നതായും നമുക്ക് ആ മനുഷ്യനിൽ നിന്ന് നമുക്ക് കാണുവാനായി കഴിയുന്നുണ്ട്. അപ്പോൾ ആത്മീക മനുഷ്യനിൽ നിന്ന് സ്തുതിയും സ്തോത്രങ്ങളും ആരാധനയുമാണ് ഹല്ലേലൂയ സ്തോത്രം ദൈവം സാധിക്കുന്നത് എന്ന് സങ്കീർത്തനക്കാരൻ നമ്മെ ഓർപ്പിക്കുക. അപ്പോൾ ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത് കപടമില്ലാത്ത അധരങ്ങളിൽ നിന്നുകൊണ്ടുള്ള ഒരു സ്തുതിസ്തോത്രങ്ങളാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ. കപടമില്ലാത്ത അധരങ്ങളിൽ നിന്നുകൊണ്ടുള്ള ഒരു പ്രാർത്ഥന. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത് 1-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരംഗമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ഈ സർവ അന്തരംഗത്തിൽ നിന്നുകൊണ്ടുള്ള ഒരു പ്രാർത്ഥന, ഒരു ആരാധന, സ്തുതി സ്തോത്രങ്ങൾ ദൈവത്തിന് അതിനൊരു യാഗമായി തീരുന്നതാണ് ദൈവം പ്രസാദിക്കുന്നത്. സ്തോത്രം. ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ സങ്കീർത്തനക്കാരൻ നമ്മെ ഓർപ്പിക്കുന്നത്
അല്ലെ അധരങ്ങളിൽ നിന്നുകൊണ്ടുള്ള സർവാന്തരങ്ങളിൽ നിന്നുകൊണ്ടുള്ള അല്ലെ സ്തുതിസ്തോത്രങ്ങളാണ് ദൈവത്തിന് പ്രസാദമെന്ന സങ്കീർത്തനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നു. അപ്പോൾ ഈ സർവാന്തരംഗത്തിൽ നിന്നുകൊണ്ട് അല്ലെ ദൈവത്തെ ആരാധിക്കുന്നതായ ഒരു ദൈവ വൈതലിന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ 5 കാര്യങ്ങളാണ് സങ്കീർത്തനകാരൻ നമ്മെ ഓർപ്പിക്കുന്നത്. സ്തോത്രം. 1, അവൻ നിന്റെ അകൃത്യങ്ങൾക്ക് മോചിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. 2, നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. 3, നിന്റെ ജീവനെ നാശത്തിൽ നിന്ന് വിടുവിക്കുന്നു. 4, അവൻ നിന്റെ ദയയും കരുണയും നിന്നെ അണിയിക്കുന്നു. 5, നിന്റെ യൗവനം കഴുകനെ പോലെ പുതിയ വരത്തക്കവണ്ണം നിന്റെ വായ്കൊണ്ട് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്ന ഒരു ദൈവം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ ഹൃദയാന്തര ഭാഗത്തു നിന്നുകൊണ്ട് ഹല്ലേലൂയ ദൈവത്തെ ആരാധിക്കുന്നതായ ഒരു ദൈവ വൈതലിന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ ദൈവം ചെയ്യുന്നതായിരിക്കുന്ന 5 വിധമായിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ് ഹല്ലേലൂയ താഴോട്ടുള്ളതായിരിക്കുന്ന വാക്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ ഹൃദയാന്തര ഭാഗത്തു നിന്നുകൊണ്ട് നീ ദൈവത്തെ ഹല്ലേലൂയ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഹല്ലേലൂയ ഏത് പ്രശ്നത്തിന്റെ നടുവിലായിരുന്നാലും ഏത് പ്രതികൂലത്തിന്റെ സാഹചര്യങ്ങളിൽ ആയിരുന്നാലും ഇന്ന് ഹല്ലേലൂയ ഹൃദയംഗമായി ഹല്ലേലൂയ നിഷ്കളങ്ക ഹൃദയത്തോടെ ഹല്ലേലൂയ സ്തോത്രം ശുദ്ധ മനസ്സാക്ഷിയോടുകൂടി ഹല്ലേലൂയ നിർമ്മല ഹൃദയത്തോടുകൂടി ലേഖനകർത്താവ് അങ്ങനെയൊക്കെയാണ് ഹല്ലേലൂയ സ്തോത്രം ആ ഹൃദയത്തെ കുറിച്ചുള്ളതായിരിക്കുന്ന വ്യാഖ്യാനങ്ങൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ അന്തര സങ്കീർത്തനകാരൻ പറയുന്നത് സർവാന്തരംഗമേ അവന്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. സർവാന്തരംഗത്തിൽ നിന്നുകൊണ്ട് ദൈവത്തെ നീ ആരാധിക്കുമ്പോൾ, ദൈവത്തെ സ്തുതിക്കുമ്പോൾ നിന്റെ ആരാധനയിൽ ഹല്ലേലൂയ ദൈവം ഇന്ന് പകൽക്കാലം നിനക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുവാൻ ദൈവം മതിയായ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സാഹചര്യങ്ങൾ നമ്മുടെ മുൻപിൽ ഹല്ലേലൂയ സ്തോത്രം പലപ്പോഴും പ്രതികൂലമായെന്ന് വന്നേക്കാം. ഹല്ലേലൂയ സ്തോത്രം പലപ്പോഴും നിന്നെ സ്നേഹിച്ചവര് ഹല്ലേലൂയ വിട്ടും മാറിയെന്ന് വന്നേക്കാം. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ ഹൃദയത്തിന്റെ അന്തർഭാഗത്തു നിന്നുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം നീ ദൈവത്തോട് യാചിക്കുമ്പോൾ, നീ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ, നീ ദൈവത്തോട് അഭയയാചന കഴിക്കുമ്പോൾ നിനക്ക് വേണ്ടി സ്വർഗത്തിൽ ദൈവം പ്രവർത്തിക്കുവാൻ സർവശക്തനായ ദൈവമാണ്. 51 സങ്കീർത്തനത്തിൽ ഹല്ലേലൂയ ദാവീദും അങ്ങനെ തന്നെയാണ് പറയുന്നത്. സ്തോത്രം. അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത്, അന്തരംഗത്തെ ജ്ഞാനം ഗ്രഹിപ്പിക്കണമേ. സ്തോത്രം. ഈ അന്തരംഗത്തിൽ നിന്നുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഹല്ലേലൂയ ദൈവത്തിന് ഹല്ലേലൂയ പ്രസാദമായി അതൊരു സത്യമായി തീരട്ടെ. ഹല്ലേലൂയ. സത്യത്തോടുകൂടി നീ നിലവിളിക്കുമ്പോൾ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഓരോ ഭാഗങ്ങളെ പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. തന്റെ ഹല്ലേലൂയ സഹോദരന്മാർ തന്നെ ഹല്ലേലൂയ അവൻ വ്യസനപുത്രനായി ജനിക്കപ്പെട്ടവനാണ്. പക്ഷെങ്കിൽ ഹല്ലേലൂയ ഇസ്രായേലിന്റെ ദൈവത്തോട് അവൻ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. സ്തോത്രം. തന്റെ ഹല്ലേലൂയ കുടുംബം തനിക്ക് ഹല്ലേലൂയ പ്രതികൂലമായി തീർന്നു. ഹല്ലേലൂയ. തന്റെ സഹോദരങ്ങള് ഇവൻ ജനിച്ചത് ഞങ്ങൾക്കൊരു ദോഷമെന്ന് കരുതി. മാതാപിതാക്കൾ ഇവൻ സ്വത്രം ജനിച്ചത് ഇവൻ ജനിക്കണ്ടായിരുന്നു പറഞ്ഞ് പലപ്പോഴും ശാപത്തിന്റെ വാക്കുകൾ പറഞ്ഞു. പക്ഷെങ്കിൽ എന്ത് ചെയ്തു? യഹോവയിൽ ആശ്രയിക്കുവാനായിട്ടിടയായി തീർന്നു. ഇസ്രായേലിന്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ഒരു സ്ഥിതിക്ക് ദൈവം മാറ്റം വരുത്തി. ഇന്ന് പകൽക്കാലം ഹൃദയംഗമായി നീ ദൈവത്തെ ഹല്ലേലൂയ സ്തോത്രം നിലവിളിക്കുമ്പോൾ ദൈവം നിന്റെ സ്തുതിക്ക് മാറ്റം വരുത്തുവാൻ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ഇവിടെ കൂടി വന്നിരിക്കുന്ന പലപ്പോഴും പലരും ഹല്ലേലൂയ ഹൃദയ അന്തർഭാഗത്തിലെ സത്യമാണ് ദൈവം ഇച്ഛിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ഹൃദയംഗമായി ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ സർവശക്തനായ ദൈവം
ആ സ്വത്രം പ്രവർത്തിക്കുന്നവനായ ദൈവമായിരിക്കാൻ ആ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ച് നമുക്ക് മുൻപോട്ട് പോകാം എന്ന് ഓർപ്പിച്ചുകൊണ്ട് എളിയ പ്രബോധന ഭാഗത്ത് വിരാമം കുറിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മേവരെ ഈ വാക്കുകളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ നമ്മൾ അനുഗ്രഹിക്കപ്പെടാതിരിക്കുന്ന ആ സങ്കീർത്തന പ്രബോധനങ്ങൾ കേൾക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടയാക്കിയതോർത്ത് ദൈവത്തെ വാഴ്ത്തുകയാണ്. ഈ സന്ധ്യാരാധനയ്ക്ക് നമുക്ക് സാക്ഷ്യത്തുള്ളതായിരിക്കുന്ന ആ സമയങ്ങൾ വേർതിരിക്കുന്നുണ്ട്. എന്നാൽ 1-2 മിനിറ്റുകൾ മാത്രമാണ് ദൈവം നടത്തിയതായിരിക്കുന്ന വിധങ്ങളെ ഓർത്ത പ്രഭാതത്തിൽ നമ്മൾ നമ്മുടെ പ്രൈസ്ലോ സഭകളിൽ ആരാധന കൂടിയവരാണ്. എന്നാൽ ഈ സന്ധ്യാരാധനയിൽ സാക്ഷ്യത്തുള്ളതായിരിക്കുന്ന സമയങ്ങളുണ്ട്. അത്യാവശ്യം സാക്ഷ്യം പറയുവാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കായി സമയം വേർതിരിക്കുന്നു. പ്രൈസ്ലോ കൂടുതൽ സമയം സാക്ഷ്യത്തെ പറയുവാൻ ഉള്ളവർ നേരത്തെ തന്നെ ആ വിവരങ്ങൾ അറിയിച്ചാൽ അവർക്ക് പ്രൈസ്ലോ ഇവിടെ കടന്നു വന്നു നിന്ന് ദൈവം നടത്തിയതായിരിക്കുന്ന വിധങ്ങളെ ഓർത്ത, ദൈവം വിടുവിച്ചതായിരിക്കുന്ന വിടുതലിനെ ഓർത്ത സാക്ഷ്യങ്ങൾ പറയുവാനായിരിക്കുന്ന അവസരങ്ങളും ഉണ്ടായിരിക്കുമെന്ന് ദൈവനാമത്തിൽ അർപ്പിക്കുന്നു. പ്രൈസ്ലോ ഈ സന്ധ്യാരാധന നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമാണെങ്കിൽ പ്രൈസ്ലോ സാക്ഷ്യത്തിൽ വായിക്കുന്ന സമയം വേർതിരിക്കുന്നു. ചുരുക്കം വാക്കുകളാൽ പ്രൈസ്ലോ അത്യാവശ്യമുള്ളവർ മാത്രം എഴുന്നേറ്റ സ്തോത്രം സാക്ഷ്യങ്ങൾ പറയാം. സ്തോത്രം.